ഹലോ, നമുക്കിന്ന് സാൽമൺ ബെല്ലി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 250 ഗ്രാം സാൽമണാണ് മേടിച്ചിരിക്കുന്നത്. നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. അതിനെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്കായിട്ട് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയുടെ കളറൊക്കെ മാറി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനോടൊപ്പം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയുടെ കളറൊക്കെ മാറി വന്ന ശേഷം അതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം ഉലുവയും ജീരകം കൂടി പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്കായിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കിയ ശേഷം ഈ തക്കാളിക്ക് നല്ലോണം ഉടഞ്ഞ് വെന്ത് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വെന്ത ശേഷം അതിലേക്കായിട്ട് 1.5 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം എല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്കായിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന സാൽമണിൻ്റെ ബെല്ലോട് ചേർത്ത് കൊടുക്കാം. സാൽമൺ ഫിഷ് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫിഷിലേക്ക് എല്ലാം മുളകും പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫിഷെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ഒരു സാൽമൺ ബെല്ലി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.